കൊടുക്കുന്നവരുണ്ട്, ധാരാളം പരലോകത്തേക്ക് കണ്ടെത്തിയവരുണ്ട്. അതുകൊണ്ട് തന്നെ ആഖിറത്തിലേക്ക് പോകുമ്പം ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു, ഒരാൾ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ അമലുകളും നിശ്ചലമായി പോകും. പിന്നെ ഒന്നും അവന്റെ അക്കൗണ്ടിലേക്കില്ല. ഇല്ലാ ബിസലാസി, 3 കാര്യങ്ങൾ ഒഴികെ. 3 കാര്യങ്ങൾ അവൻ മരിക്കുന്നതിന് മുൻപ് കണ്ടെത്തിയാൽ മരിച്ചു കഴിഞ്ഞാലും അവന്റെ ഖബറിലേക്ക് അതിന്റെ കൂലി കിട്ടും. ഒന്നാമത്തേതേതാ? വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന റബ്ബ് കേൾക്കും. ഏത് മക്കളെ പ്രാർത്ഥന? ചില വാപ്പാർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എല്ലാ മക്കളെ പ്രാർത്ഥനയും പടച്ചോൻ കേൾക്കുന്നു പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഉലമാക്കൾ അതിന്റെ അണ്ടർലൈൻ ചെയ്തിട്ട് പറഞ്ഞു വവലദുൻ എന്ന് മാത്രമേ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ മക്കളെ പ്രാർത്ഥനയും കിട്ടുമെന്ന് പറയേണ്ടി വരും. പക്ഷെ തൊട്ടടുത്ത വാക്കിൽ അള്ളാന്റെ ഹബീബ് പ്രയോഗിച്ചു വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മക്കള് സ്വാലിഹീങ്ങളാവണം, വാപ്പ നേർവഴിക്ക് നയിച്ച മക്കളാവണം, സുബ്ഹിക്ക് പള്ളി കൂട്ടിക്കൊണ്ടുപോയ മക്കളാവണം, എന്തൊക്കെ ധരിക്കണം എന്തൊക്കെ ധരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചെടുത്ത അമ്മാരാവണം, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് ഖുർആൻ ഓദിപ്പിക്കുന്ന വാപ്പാരാവണം. അല്ലാതെ തിന്നാൻ കൊടുത്ത ക്വാളിറ്റി മാത്രം പടച്ചോനോട് പറയാണ്ടാവൂല. അല്ലാഹു ഖൈറുർ റാസിഖീൻ, നീ മരിച്ചധ്വാനിച്ച് കിട്ടിയതൊക്കെ എന്റെ തീരുമാനപ്രകാരമാ. അതുകൊണ്ട് മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. ഞാൻ അതിനുവേണ്ടി നായി നയിക്കുന്നത് പോലെ നയിച്ചു, കഴുതയെ പോലെ ഭാരം വഹിച്ചു, എല്ലാ മക്കളെയും പഠിപ്പിച്ചു, എല്ലാ മക്കൾക്കും തിന്നാൻ കൊടുത്തു, എല്ലാ മക്കളെയും കെട്ടിച്ചു, എല്ലാ മക്കൾക്കും വീടായി എന്ന് പടച്ച റബ്ബിന്റെ ദുനിയാവിൽ നിങ്ങൾക്ക് പോരിശ പറയാം. കാരണം നിനക്ക് കെട്ടിക്കാൻ പണം തന്നത് നാഥനാ, നിനക്ക് ഭക്ഷിപ്പിക്കാൻ ഭക്ഷണം തന്നത് നാഥനാ, നിനക്ക് നിന്റെ മക്കളെ തന്നത് നാഥനാ. ആ നാഥൻ നിന്നോട് സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, 5 വക്ത് നിസ്കരിക്കുന്നവരെ, അല്ലാഹുവിന്റെ കഅബാലയത്തിങ്കലേക്ക് പോകുന്നവരെ, പരിശുദ്ധ റമളാൻ മാസത്തെ കാത്തിരിക്കുന്നവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, ഞാൻ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ രംഗത്തുണ്ട്, ഞാൻ MSMലൂടെ ISMലൂടെ കേന്ദ്രകാരനായിട്ടുണ്ട്, നാട്ടിൽ എന്നെ കൊണ്ട് ഒരുപാട് ദേവത്വ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, പല സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിലും ഞാനുണ്ട്, ഞാൻ എന്റെ പെണ്ണുങ്ങളുണ്ട്, എന്റെ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിലുണ്ട്. എന്നിട്ട് റബ്ബ് പറയുന്നു പോരാ, നിങ്ങൾ സ്വയം നന്നായാ പോരാ, സ്വയം പടച്ചോനെ ഭംഗിയാക്കി തൃപ്തിപ്പെടുത്താൻ മത്സരിച്ചോടിയാ പോരാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിന്റെ വീട്ടിൽ മൂടി പുതച്ച് കിടക്കുന്ന മകനുണ്ടെങ്കിൽ, ഒരു വക്തിനെ നേർക്കാത്ത മക്കളുണ്ടെങ്കിൽ, ഒരായത്തോതാൻ അറിയാത്ത മക്കളുണ്ടെങ്കിൽ, ഒരു ദീനീ പ്രവർത്തനത്തിനിറങ്ങാത്ത മക്കളുണ്ടെങ്കിൽ, മണിക്കൂറുകൾ മൊബൈലിൽ കളിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ടിവിക്ക് മുൻപിൽ ഇരിക്കുന്ന മക്കളുണ്ടെങ്കിൽ, പടച്ചോന്റെ ദുനിയാവിൽ അള്ളാന്റെ കലാമിന് വേണ്ടി പണിയെടുക്കാത്ത മക്കളുണ്ടെങ്കിൽ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന അഗ്നിയിൽ നിന്ന് നിന്റെ മക്കളെ നിനക്ക്